ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലീല സ്റ്റോക്ക് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ഇടുന്നതിന് വളരെയധികം സന്തോഷവും നന്ദിയുണ്ട് നിങ്ങളോട്. തുടർന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു സബ്ജക്റ്റ് പറയാൻ പോകുന്നത് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ. അതായത് നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ ആരോടെങ്കിലും ചെന്ന് നമ്മളെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ കടം മേടിച്ചിട്ട് അവരുടെ പിന്നെ അത് തിരിച്ച് ചോദിക്കുമ്പോൾ അവരോട് വിദ്വേഷവും പിന്നെ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കൂട്ടുകാരെ, ഇന്ന് കടം മേടിക്കാതെ ജീവിക്കുന്നവരൊക്കെ കുറവാണ്. കാരണം നമ്മളെ വലിയ പണക്കാരുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാറുള്ളത് അവർക്ക് കടം മേടിക്കണമെന്ന കാര്യമില്ല. ഞാൻ സംസാരിക്കുന്നത് മൊത്തം പാവം പിടിച്ചവർ, എന്നെ പണക്കുള്ളവരും മിഡിൽ ക്ലാസ്സിലുള്ളവരെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്, നമ്മളെ പണക്കാരൻ. അപ്പം നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടം മേടിക്കേണ്ടി വരുമായിരിക്കും, ചോദിക്കേണ്ടി വരുമായിരിക്കും. കാരണം പലപ്പോഴും നമ്മുടെ കയ്യിൽ അത്ര വലിയ സാമ്പത്തികം കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് കടം മേടിക്കാതെ എടുക്കാതെയൊന്നും നമുക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ട്. സ്ഥിര വരുമാനമില്ലാത്തവരോ തന്നെയുമല്ല, ഒരു പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, പിള്ളേരുടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണല്ലോ. അപ്പം അതിൽ നമ്മുടെ സാമ്പത്തികമൊക്കെ തികയാതെ വരുമ്പോഴൊക്കെയാണല്ലോ നമ്മളെ മറ്റു പലരോടും ഇങ്ങനെ കടം മേടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്, ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ കടം മേടിക്കുന്ന സമയത്തെ, അതായത് നമ്മളോട് വന്ന് അല്ലെ നിങ്ങളോട് വന്ന് ഈ കടം ചോദിക്കുന്ന സമയത്തെ, അഭ്യർത്ഥന വരുന്ന സമയത്തെ അവരുടെ ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരുടെ സംസാരം എങ്ങനെയാണ്? അയ്യോ, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത്ര രൂപ ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ, നിങ്ങൾക്കത് ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ തിരിച്ചു തരാം, നിങ്ങളെ ഒന്ന് സഹായിച്ചാൽ അത് വലിയൊരു പിന്നെ അനുഗ്രഹമാകും നിങ്ങൾക്ക്, അത് ഞങ്ങൾക്കും വലിയൊരു അനുഗ്രഹമാകും. ഈ സമയത്ത് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അപ്പം കൂടുതലും പറഞ്ഞാൽ ഈ ബന്ധുക്കളും ഒന്നും സഹായിക്കാറില്ല, ബന്ധുക്കൾ ഒന്നും അങ്ങനെ സഹായിക്കാറില്ല കൂടുതലായിട്ട് പറഞ്ഞാൽ. പിന്നെ നമ്മൾ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ ഒക്കെയാണ് നമ്മളൊക്കെ മുക്കാലും പേരൊക്കെ കടം ചോദിക്കുകയും മേടിക്കുകയും ഒക്കെ ചെയ്യുമെടുക്കുന്നത്. പിന്നെ ചിലർ പലിശയ്ക്കൊക്കെ എടുക്കാൻ എടുക്കും. അപ്പോൾ ഇന്ന് മുക്കാലും പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ പലിശയ്ക്ക് കൊടുക്കാതെ നമ്മളിപ്പോൾ ഒരു 3000 രൂപ ചോദിച്ച് 2000 രൂപ ചോദിച്ചു നമ്മളത് എല്ലാവരും ഒന്നും കൊടുക്കത്തില്ല. നല്ല മനസാക്ഷിയുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മയെന്നായിരിക്കും അവരുടെ കഷ്ടപ്പാടിലാണെന്നല്ലോ അവർ ചോദിച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവരത് മേടിക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവവും അവരുടെ പിന്നെ ശരീരഭാഷയൊക്കെ എന്തോ ഒരു വിനയത്തോടു കൂടി ഉള്ളതാണ്, എന്തോ ഒരു വിനയത്തോടുള്ള തരാമോ, സഹായിക്കാമോ, വലിയ അനുഗ്രഹമാകും, ഞങ്ങൾക്ക് ആരോടും ചോദിക്കാനില്ല, ഞങ്ങൾ ആര് ചോദിച്ചാലും ഞങ്ങൾക്ക് തരത്തില്ല, എടുത്തില്ല, ബന്ധുക്കളും വീട്ടുകാരും ഒന്നും സഹായിക്കത്തില്ല, എടുക്കത്തില്ല, ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പക്ഷെങ്കിൽ അയൽവക്കക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ അവരായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവർ മനസാക്ഷിയുള്ളവർ സഹായിക്കും കയ്യിലുണ്ടെങ്കിലും. പിന്നെ ഇല്ലായ്മയിൽ നിന്നും എന്നെ പണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നുള്ള കൊടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ കടം നമ്മൾ മേടിക്കുമ്പോൾ, വേറൊരു വ്യക്തിയോട് മേടിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഞങ്ങൾ സമയത്ത് തന്നെ തിരിച്ചു തരാം, നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരത്തില്ല, പിന്നെ അയ്യോ വലിയ ഉപകാരമായി നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഞങ്ങളെ തന്ന് സഹായിച്ചത് എടുത്ത് എന്തോ ഒരു വിനയാന്വിതമായ ഭാഷയും എന്തോ ഒരു സ്നേഹത്തിലുള്ള ഭാഷയൊക്കെയാണ് അന്നേരം ഉള്ളത്. മറിച്ച് ഇത് തിരിച്ചു കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ടും ചിലരൊന്നും കൊടുക്കാതെ എടുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ ആ കൊടുത്തവർ അവർക്കും ആവശ്യങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം തികഞ്ഞിട്ടല്ലല്ലോ അവർ ഈ സഹായിച്ചത്. അപ്പോൾ അവർ ആ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഈ ആദ്യം ഈ കടം മേടിച്ചവരുടെ ഭാവവും വ്യത്യാസമൊക്കെ കാണണം. എന്തുവാ അവരുടെ ഭാവം വ്യത്യാസം. പിന്നെ ഈ പൈസ കൊടുത്തവരെ ഈ പൈസ മേടിച്ചവർക്ക് ഫോൺ ചെയ്താൽ അവർ ഫോൺ എടുക്കത്തില്ല, ഫോൺ എൻഗേജ്ഡ് ആക്കും, അല്ലെ കട്ട് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഈ കൊടുത്തവർ, ഈ പൈസ കടം കൊടുത്തവർ പിന്നെ ഈ കടം മേടിക്കാൻ വന്നവരെ പണക്കാവും. കടം കൊടുത്തവരുടെ മുന്നിൽ പിന്നെ കടം മേടിച്ചവർ കൊണ്ട് പോയവരെ പണക്കാവും ഈ കടം കൊടുത്തവർ.
പിന്നെ അവരോട് റിക്വസ്റ്റാണ്, നിങ്ങൾ പൈസ തരണേ, അയ്യോ ഞങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ തന്നത്, എൻ്റെ കൊച്ചിന് കൊടുക്കാൻ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയായിരുന്നല്ലേ, അതിന് വെക്കുന്ന പൈസയാണ് ഞാൻ നിങ്ങളെ എടുത്ത് സഹായിച്ചത് നിങ്ങളെ. അപ്പോൾ ഈ മേടിച്ചവർ ഒഴിവുകൾ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ പറഞ്ഞിവരെ പോകും. പിന്നെ ഈ പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ ഇവരുടെ ഭാഗ വ്യത്യാസങ്ങളാണ്. നിങ്ങളുടെ പൈസ ഇത്രയും രൂപയല്ലേ, അതങ്ങ് തിരിച്ചു തരും. പിന്നെ ഇത്രയും രൂപ കൊണ്ട് ഞങ്ങൾ നാട് വിട്ടൊന്നും പോകുന്നില്ല, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാകും, ഇത്രയും രൂപ നിങ്ങളോട് കടം മേടിച്ചതിനാണെന്ന് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കും. നിങ്ങളുടെ പൈസ തരുക തന്നെയും തന്ന് തീർക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കതും കൊണ്ടൊന്നും നേടാനില്ല, ഞങ്ങളത് കൊണ്ടുപോകത്തുമില്ല, ഞങ്ങൾ ഈ നാടൊന്നും വീടൊന്നും വിട്ടു പോകാൻ പോകുന്നില്ല, നിങ്ങളുടെ പൈസ ചോദിക്കുമ്പോൾ തന്നെ തരും. അപ്പോൾ പിന്നീടുള്ള സംസാരം, ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോഴുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യതയുടെയും ഭാവമാണ്. ആ കടം മേടിച്ച വ്യക്തിയല്ല പിന്നെ ഈ കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നേരം. മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളെ പിന്നെ ഈ കടം കൊടുത്ത ആൾ ഫോൺ ചെയ്ത് അവരുടെ ഫോണിലെ ബാലൻസ് എല്ലാം ചേരും. ഇപ്പുറത്ത് ഇവർ ഞാനിപ്പം ഫോൺ എടുത്തിട്ടേ ഉള്ളൂ കാര്യം, പിന്നെ എന്നോടല്ലേ കളിക്കുന്നത്, ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ടേ ഉള്ള കാര്യം, ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള കാര്യമേ ഉള്ളൂ, ഞാൻ അവനെ കുറേ നടത്തിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ, ഞാനല്ലേ അവളെ കുറേ നടത്തിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. ഈ മനോഭാവമുള്ളവരുണ്ട്. അവർക്കൊരിക്കലും ഒരു രൂപ പോലും കടം കൊടുക്കരുത്. കാരണം നമ്മൾ മനസാക്ഷി വെച്ച് ചെയ്യുന്നത്, ഞാനും ഒരു അനുഭവസ്ഥ, അതുകൊണ്ടാണ് പറയുന്നത്, ഈ മനസാക്ഷി വെച്ച് നമ്മൾ ചെയ്യുന്നതുണ്ടല്ലോ, അവരതിനെ തെറ്റായിട്ട് ഇത് ചെയ്യും. ചിലരുടെ സ്വഭാവം എന്ന് വെച്ചാൽ കടം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പറയുന്ന സമയത്തിന് കൊടുക്കത്തുമില്ല. പിന്നെ കൊടുത്ത വ്യക്തികൾ ഫോൺ ചെയ്യുമ്പം ഈ കടം മേടിച്ച ആൾ ഫോൺ ഒന്നില്ല എടുക്കത്തില്ല, അല്ലെ ഫോൺ എൻഗേജ്ഡ് ആക്കിയിടും, അല്ലെ കട്ട് ചെയ്യും എടുക്കും. മുക്കാലും ഇന്നങ്ങനെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈ പണം കൊടുത്തവർ ലാസ്റ്റിൽ പണം ആദ്യം മേടിച്ചവരെ പോണക്കാം, പിന്നെ അവരെ ഈ പണം കൊടുത്തവർ കടം കൊടുത്തവർ പിന്നെ അവർ റിക്വസ്റ്റാണ്, അയ്യോ നിങ്ങൾ തരണമേ, ഞങ്ങളുടെ ആവശ്യം മുടക്കിയല്ലേ ഞങ്ങൾ തന്നത്, നിങ്ങൾ ഇന്നപ്പം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ തന്നത്, നിങ്ങളിങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് ഈ കടം കൊടുത്തവരുടെ ചരിത്രങ്ങളെ അവരുടെ രോദനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, നമ്മളെ ഒരു അത്യാവശ്യത്തെങ്കിൽ, ഒരു പ്രയാസഘട്ടത്തിൽ, ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ നമ്മളെ കൂടെ നിന്ന് നമ്മളെ 1 രൂപ കൊണ്ടോ 10 രൂപ കൊണ്ടോ സഹായിച്ചിട്ടുള്ളവരെ അവരെ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നമ്മൾ കടം മേടിച്ചാൽ ആ കടം മേടിച്ച ദിവസത്തിന് 1 ദിവസം മുൻപേ തന്നെ അവർക്ക് തിരിച്ചു കൊടുത്താലാണ് നമുക്കവിടെ വിശ്വാസം ആർജിക്കാൻ പറ്റുന്നത്. എന്തിൻ്റെയും ആധാരം വിശ്വാസമാണല്ലോ. നമുക്ക് ആ വിശ്വാസം പ്രാപിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു അത്യാവശ്യം വേണ്ടുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർക്ക് കൊടുത്തപ്പോൾ അവർ സമയത്തിന് മുന്നേ തന്നെ തിരിച്ചു തന്നല്ലേ, സമയത്തിന് തന്നെ തിരിച്ചു അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, അവർ തിരിച്ചു തരും. ഈ ഒരു വിശ്വാസം ഉണ്ടാക്കേണ്ടുന്ന ആരുടെ ചുമതലയാണ്? ഈ കടം മേടിച്ചവരുടെ ചുമതലയാണ്, അല്ലേ? ഈ കടം മേടിച്ചവരുടെ ചുമതലയാണ് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ വിശ്വാസം അവർ തന്നെ തച്ചുടച്ച് കളഞ്ഞാൽ ഈ പണം കൊടുത്തവർ പലരോടും പറയും, അവർക്ക് കടം കൊടുക്കരുതേ, അവർക്ക് കൊടുത്തിട്ട് ഞാനിപ്പം തന്നെ പുറകെ നടക്കും, അവർ തരുത്തില്ല, ഫോൺ എടുക്കുന്നില്ല, ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കല്ലേ, എനിക്കും അബദ്ധം പറ്റിപ്പോയി, നിങ്ങളെ അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ ആരും സഹായിക്കാനില്ലാതെ വരും. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, ഇത്തരം കയ്യിലിരിപ്പുണ്ട്. മനസ്സിലായോ? ഇത്തരം ഒരു കയ്യിരിപ്പും കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഈ പണം കൊടുത്തവരായി അത്യാഹിതമെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ചവരാരായി? ഈ അവർ പിന്നെ യാചകരെ പോണക്ക് തരണേ, നിങ്ങൾ തരാൻ നോക്കണമേ, തരണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു ഇനി ഇവരുടെ പുറകെ നടക്കും. ഇതാണ് മുക്കാലും ഇന്ന് നടക്കുന്ന ഈ കടമേടിപ്പ്, പൈസകൾ കടമേടിപ്പിലും എടുപ്പിലും നടക്കുന്നത്. പിന്നെ ഈ കടം മേടിക്കുന്നവന്മാർക്ക് ഭയങ്കര ഒരു ബിരുദമുണ്ട്. കടം മേടിക്കുന്നവളുമാരായാലും മേടിക്കുന്നവന്മാരായാലും ആരായാലും ഭയങ്കര ഒരു ബിരുദമുണ്ട്. എന്താണെന്നറിയോ? ഒന്നിൽ അവർ വീട്ടിൽ വരുന്ന സമയത്ത് കടം ചോദിക്കാൻ വരുമ്പോൾ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ, അല്ലെങ്കിൽ വീട് വെളിയിൽ നിന്ന് താല ഇട്ടിട്ട് അകത്തിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ഇവർക്ക്. കബളിപ്പിൻ്റെ അങ്ങേയറ്റത്തെ ആൾക്കാർ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ? തൻ്റെ അത്യാഹിതത്തെങ്കിൽ അല്ലെ തൻ്റെ ആവശ്യത്തെങ്കിൽ സഹായിച്ചവരെ വെറും പരുഷമായിട്ട് അവരോട് പെരുമാറി ഇത്രയും നീതിയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ്? ഒരിക്കലുമല്ല. അവർക്ക് പിന്നീട് എങ്ങൊന്നും കിട്ടാൻ പോകുന്നില്ല, അതാണ് വേറെ സത്യം. അവർക്ക് പിന്നെ എങ്ങൊന്നും ഒരു സഹായം കിട്ടാൻ പോകുന്നില്ല, അവരെ സഹായിക്കാനും ആരും കാണത്തില്ല. കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്.
ഒരത്യാവശ്യത്തിൽ ചെന്ന് കൈ നീട്ടുമ്പോൾ അത് എടുത്തു കൊടുക്കുന്ന 5 രൂപയാലും 10 രൂപയാലും 100 രൂപ ആയിക്കോട്ടെ, 1000 രൂപയായിട്ട് എത്ര ആയിക്കോട്ടെ, അത് എടുത്തു കൊടുക്കുന്നവരുടെ ഒരു മനസാക്ഷി ഉണ്ടല്ലോ, ആ മനസാക്ഷി വഞ്ചന ചെയ്യരുത് ഈ മേടിക്കുന്ന ആൾക്കാർ. മനസാക്ഷി വഞ്ചന ഈ മേടിക്കുന്ന ആൾക്കാർ ചെയ്യരുത്. ഒരു വ്യക്തിയുടെ വിശ്വാസം എങ്ങനെയുണ്ടാകുന്നത്, ഏത് തരത്തിലുള്ളതായാലും ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ആ ആൾ കൊടുത്ത മറ്റേ വ്യക്തി കൊടുത്ത വിശ്വാസത്തെ പൂർണ്ണമായിട്ടും അതേപടി നിലനിർത്തി ഉള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ആ വിശ്വാസത്തിന് ഉറപ്പ് വരുന്നത്. ഒരാളെ വിശ്വസിച്ചായിരിക്കുമല്ലോ കൊടുത്തത്. ഇന്നപ്പോൾ തരാം, സങ്കടവും വിഷമവും ഭാരവും പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരങ്ങനെ ചെയ്യത്തില്ല, അവർ തരും. പക്ഷേ തിരിച്ച് മറിച്ചുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിയിൽ ആ വ്യക്തി കൊടുത്ത വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ഈ വ്യക്തി ആ കടം കൊടുത്ത വ്യക്തികൾ പലരോടും പറയും, അയാളോ അവളോ വന്ന് ചോദിച്ചാൽ ഒരു പൈസ പോലും കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ കൊടുത്തിട്ട് ഇപ്പം ഞങ്ങൾ പറയാൻ എടുക്കുക, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുക, നിങ്ങളാരും എടുക്കരുത്. ഇങ്ങനെ ഈ കാര്യങ്ങൾ പലരോടായി കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ഇവിടെ നിന്നൊരു സഹായം കിട്ടും. അപ്പോൾ അവിടെ ആരാ വിശ്വാസം ഇത് കാണിച്ചത്? അവിടെ ഇപ്പോൾ ആരാ വിശ്വാസത്തിൻ്റെ അത് താഴ്ത്തിക്കളഞ്ഞത്? ഇപ്പം പണമിടപാടിലൊക്കെ എന്ന് പറഞ്ഞാലൊക്കെ ഒരു കൃത്യതയും ഡീസൻറ്റും മാന്യമായിട്ടുള്ള ഇടപാട് വരാൻ. നമ്മൾ ഒരാളോട് മേടിച്ചെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ, അവരോട് മേടിച്ച ഡേറ്റിന് ഒരു ദിവസം മുന്നേ തന്നെ കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം അവരിൽ വർദ്ധിക്കുന്നത്. പിന്നൊരു പ്രാവശ്യം നമ്മൾ എന്ന് ചോദിച്ചാലും അവർ തെരുവെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മളായിട്ട് പിന്നെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാവശ്യം വരുമ്പോൾ ആരും സഹായിക്കാൻ കാണത്തില്ല. ആര് കാരണമോ? ഈ മേടിച്ച ആൾ കാണിച്ച വിശ്വാസമില്ലായിക. അപ്പം മേടിക്കുമ്പോഴുള്ള ആ മുഖഭാവവും ആ ശരീരഭാഷയും ആ വിനയവും ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴും ഈ പൈസ തിരിച്ചു ചോദിക്കുമ്പോഴുള്ള നേരെ അപ്പം ദേവിയായിട്ട് വന്ന്, ഇപ്പം ഞാൻ ഉദാഹരണം പറയാനൊക്കെ ഉണ്ട്, ദേവിയെ പോണക്ക് ഭവ്യതയോടെ വന്ന് ഉദാഹരണം പറയുന്നത്, വലിയ ദേവിയെ പോണക്ക് വന്ന് വലിയ ഭവ്യതയും കാര്യം വന്ന് സാധനങ്ങൾ മേടിച്ച് ഇത് പൈസയൊക്കെ മേടിച്ചെടുത്തുകൊണ്ട് പിന്നെ തിരിച്ച് ചോദിക്കുമ്പോൾ ദുർഗയായി തീരുന്ന ഇടപാടാണ് മനുഷ്യർ ചെയ്യുന്നത്. നിങ്ങളുടെ പൈസയില്ല, ഇത്ര പൈസയില്ല, അത് ഞങ്ങളങ്ങ് തിരിച്ചു തരും, ഞങ്ങൾ ഇവിടെ നിന്നൊന്നും പോകുന്നില്ല, ഞങ്ങളിവിടെയൊക്കെ കാണും, ഇവരോട് മേടിക്കണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കൂടെ പറയും, ഇവരോട് മേടിക്കണ്ടായിരുന്നു, ഇവരോട് മേടിച്ചത് അബദ്ധമായത്, ഇവരോട് മേടിക്കണ്ടായിരുന്നു, ഇങ്ങനെ വരെയും പിന്നെയുള്ള ദുർഗ വഴികൾ വരും. ഇതൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പം പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും മേടിച്ചും കൊടുത്തുമൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളെ നടത്തുന്നത്. അപ്പം നമ്മളവിടെ ഇപ്പം പറയാനൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ 1000 രൂപ മേടിച്ചു, അടുത്ത മാസം തരാം. നമ്മളപ്പോൾ അതിന് പലിശയൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യുന്നില്ല, അവരടുത്ത മാസം തരുമല്ലോ ബത്തന്മാർ. ആ സ്ഥാനത്താണ് ഈ ബ്ലേഡ് കണക്കത്തുള്ള ആൾക്കാരെ ഈ കൊള്ള പലിശ മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്നതും തട്ടിക്കുന്നതും എടുക്കുന്നതും എല്ലാം. ബ്ലേഡ് കമ്പനികളൊക്കെ ഇങ്ങനെ തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി കൊള്ള പലിശയൊക്കെ എത്രയോ ജീവിതങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്രയോ ആൾക്കാരാ ഇത് ഒക്കെ പോകുന്നേ. അപ്പം ഏതൊരു കാര്യത്തിനാന്ന് പറഞ്ഞാലും പൈസ നമ്മൾ സത്യസന്ധത ഉള്ളവരായിരിക്കണം, ഇടപാടുകളിൽ നമ്മൾ സത്യസന്ധത ഉള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളിൽ ഒരാൾ വിശ്വാസം അർപ്പിക്കത്തുള്ളൂ, അല്ലേ? ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരാളോട് 100 രൂപ കടം മേടിച്ചാൽ ഞാൻ പറയുക ഇന്നിപ്പം നിങ്ങൾക്ക് തരാമെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞ ആ സമയത്തിന് 1 മണിക്കൂറെങ്കിലും മുന്നേ ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്താലാണ് അവർക്ക് എന്നിലുള്ള വിശ്വാസമുള്ളത്, അല്ലേ? അപ്പോൾ ആരുടെ ഉത്തരവാദിത്വം ആ വിശ്വാസം ഉണ്ടാക്കുന്നത്? ആ വാങ്ങിച്ച എൻ്റെ കടമയാണ് ആ വിശ്വാസം അവരിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. നമ്മളെ ആവശ്യത്തിങ്കൽ നമ്മളെ സഹായിക്കുന്നവരെ, സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കുന്നവരെ, ഒരു പലിശയും ഒന്നും മേടിക്കാതെ നമുക്ക് ഒരു സഹായമായി തീരുന്നവരെ, അവർ പലിശയൊന്നും മേടിക്കാൻ നിങ്ങൾ കൊണ്ടുപോയി ചെയ്യും, നിങ്ങൾ ഇന്നിപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ നല്ല മനസ്സുകളുണ്ടല്ലോ, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന നല്ല ജീവിതങ്ങൾ, നല്ല മനസ്സുകൾ, നല്ല ഹൃദയങ്ങളുണ്ടല്ലോ, അവരെ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കരുത്. അവർ നിങ്ങളോടുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നതുകൊണ്ടോ ഞങ്ങളും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് തരുന്ന ആ സഹായമുണ്ടല്ലോ, പിന്നീട് അവർ തിരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളെ മൂർഖനെ പോണക്കും ദുർഗയെ പോണക്കും ഒക്കെ പെരുമാറല്ലേ.
അത് നിങ്ങളുടെ തന്നെ വിശ്വാസത പോയെന്ന് നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിയാവുകയും ചെയ്യും. ലാസ്റ്റിലെ ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ആരും കാണത്തില്ല സഹായിക്കാൻ. അവനോ അവളോ കൊടുത്തു പോയേക്കല്ലോ, കൊടുത്താൽ ഈ ജന്മത്തെങ്ങും കിട്ടാൻ പോകുന്നില്ല, പിന്നെ കുറേ നടക്കേണ്ടി വരും, ചെരുപ്പ് ചേഞ്ച് നടക്കേണ്ടി വരും എന്ന ആൾക്കാർ പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അല്ലേ? ശരിയല്ലേ? അപ്പം പൈസ ഇടപാടിലൊക്കെ നമ്മളാണ് നമ്മുടെ വിശ്വാസത്തെ ഉണ്ടാക്കുന്നത്. നമ്മളാണ് ഒരു ആളിനോട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ നമ്മൾ ആ മേടിക്കുന്ന സമയത്തും അത് തിരിച്ചു കൊടുക്കുന്ന സമയത്തും ഒരേ ഭാവമായിരിക്കണം. അത് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ എന്തോ പറയേണ്ടത്, അയ്യോ ചേച്ചി ചേട്ടാ അല്ലേ സാറേ നിങ്ങൾ തന്നത് ഒത്തിരി ഉപകാരമായി കേട്ടോ, ഒത്തിരി നന്ദിയും സ്നേഹവും ഉണ്ട് നിങ്ങളോട് കേട്ടോ, നിങ്ങളന്നേരം സഹായിച്ചില്ലായിരുന്നു, നിങ്ങളന്നേരം തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തുമായിരുന്നു. ഈ മേടിക്കുമ്പം ചെല്ലുമ്പോൾ പറയുന്ന ഈ വാക്കുകളായിരിക്കും തിരിച്ചു കൊടുക്കുമ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ടുന്നത്. ഇന്നതില്ല, അത് വേറൊരു സത്യം. ഇന്ന് മനുഷ്യർക്ക് അതില്ല, അത് വേറൊരു സത്യം. അതാണ് പറയുന്നത്. പിന്നെ കടം മേടിക്കുമ്പോഴും കടം കൊടുക്കുമ്പോഴും തിരിച്ചു കൊടുക്കുമ്പോഴും ഒരേ മനസ്സോടെ വിശ്വാസതയോടെ നിന്നാൽ എല്ലാവർക്കും നല്ലത്. അല്ലാതെ നാളൊരു കാലത്ത് എന്നിട്ട് ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ആരും 5 പൈസ തരത്തുമില്ല, സഹായിക്കത്തുമില്ല. അപ്പം ഇത്ര ഈ വീഡിയോ കൂടെ എനിക്ക് ഇന്നാണ് പറയാനുള്ളത്. സാധനം നമ്മൾ ഈ പൈസ മേടിക്കുമ്പോഴും കടം മേടിക്കുമ്പോഴും കടം തിരിച്ചു കൊടുക്കുന്നതും ഒരേ സ്വഭാവവും ഒരേ ഭാവമുള്ളവരായിരിക്കുക. സഹായിച്ചവരെ ഒരിക്കലും ആപത്തിങ്കൽ അല്ലെങ്കിൽ നമ്മുടെ വിഷമസന്ധിയിൽ സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്, അവരെ വഞ്ചിക്കരുത്, അവരോട് ഹൃദയത്തിന് മുറിവേൽപ്പിക്കരുത്, അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കരുത്. അത് നിങ്ങൾക്കത് വിരോധമായിട്ട് തന്നെ വരും. അതുകൊണ്ട് നല്ല ഇടപാടുകൾ ഉണ്ടാകട്ടെ. പൈസയുടെ കാര്യത്തിൽ കൊടുക്ക വാങ്ങലൊക്കെ സത്യസന്ധതയും കൃത്യതയും നല്ല ഇടപാടുകളൊക്കെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. അതുവരെ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയും സ്നേഹമുണ്ട്. അപ്പം പിന്നെ ഒരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നമസ്കാരം.